ഹായ്, എല്ലാവർക്കും സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നോക്കി തുടങ്ങുന്നത്. അതിൽ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ധാരാളം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ, കൂടാതെ ആഹാരം, വസ്ത്രം, ആഘോഷങ്ങൾ, ആചാരങ്ങൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യങ്ങൾ പ്രകടമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. സ്കൂൾ അസംബ്ലിയിൽ നമ്മൾ പറയുന്ന പ്രതിജ്ഞയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ഇന്ത്യയുടെ ഈ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട സുബ്ബറാവു ആണ്. ആരാണ്? പൈതിമാരി വെങ്കിട സുബ്ബറാവു. തെലുങ്ക് ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. 1962 ഇത് രചിച്ചിരിക്കുന്നത്. ഏത് ഭാഷയിലാണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചിരിക്കുന്നത്? തെലുങ്ക് ഭാഷയിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ സ്ഥാനവും അയൽ രാജ്യങ്ങളെയും കുറിച്ചിട്ടാണ്. ഏത് വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ്. ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ചൈന, പിന്നെ സമുദ്രാതിർത്തികളായ ശ്രീലങ്കയും മാലിദ്വീപും. ഇത്രയുമാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. ഏതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ആൻഡ് മാലിദ്വീപ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഏതാ? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഏത്? ബംഗാൾ ഉൾക്കടൽ. അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. ഇന്ത്യ സംസ്ഥാനങ്ങൾ. ഭരണ സൗകര്യത്തിനായിട്ട് ഇന്ത്യയെ 29 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു. നിലവിൽ എത്രയാണ്? നിലവിൽ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. 2014 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ എന്തായിട്ട് 2 സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചു. ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കേന്ദ്രങ്ങൾ തലസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണകേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? തലസ്ഥാനം. അപ്പൊ ഭൂപടത്തിൽ നോക്കി സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും ഒക്കെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ രാജ്യത്തിന്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഏത്? ഡൽഹി. രാജ്യത്തിന്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാനം ഏതാണ്? ഡൽഹി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ കിട്ടും? ഭരണ സൗകര്യത്തിനായിട്ട് ഇന്ത്യ എത്ര സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു? 28. ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാന. അല്ലെ? 2014 ജൂൺ 2 തെലങ്കാന നിലവിൽ വരുന്നത്. ഏത് സംസ്ഥാനം വിഭജിച്ചാ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്? ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചിട്ട്. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ 2 ഭാഗങ്ങളായിരുന്നു തെലങ്കാനയും സീമാന്ധ്രയും. അപ്പൊ അതിനെ 2 സംസ്ഥാനങ്ങളാക്കി മാറ്റി. ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണകേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് തലസ്ഥാനം എന്നാണ്. അതുപോലെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മൊത്തമായി ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഏത്? ഡൽഹി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭൂപടമൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് പഴയതാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ജമ്മു കാശ്മീരിനെ എന്താക്കിയിട്ടുണ്ട്? ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഇപ്പോ സംസ്ഥാനമല്ല. അങ്ങനെ 28 സംസ്ഥാനമാണ് ഉള്ളത്. അതിൽ ഇവിടെ ഹിമാചൽ പ്രദേശ്
ആസ്ഥാനം ഏതാ? സിംല. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഏത്? സിംല. പിന്നെയോ പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടെ ചണ്ഡീഗഡ് എന്നുള്ള തലസ്ഥാനമാണുള്ളത്. ഏതാണ്? പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. ഇനിയോ രാജസ്ഥാൻ. രാജസ്ഥാന്റെ ഏതാണ്? ജയ്പൂർ. രാജസ്ഥാന്റെ തലസ്ഥാനമാണ് ജയ്പൂർ. ഉത്തർപ്രദേശിന്റെ ലക്നൗ. ഉത്തർപ്രദേശ് ലക്നൗ. ഇവിടെ ബീഹാർ ഉണ്ട്. ബീഹാറിന്റെ ഏതാണ്? പാറ്റ്ന. ബീഹാറിന്റെ തലസ്ഥാനം പാറ്റ്ന. ഇവിടെ ഗുജറാത്ത് ഉണ്ട്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. മധ്യപ്രദേശ് ഭോപ്പാല്. മധ്യപ്രദേശിന്റെ ഏതാണ്? ഭോപ്പാല്. ഛത്തീസ്ഗഡിൻ്റെത് റായ്പൂര്. ജാർഖണ്ഡിൻ്റെത് റാഞ്ചി. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം റായ്പൂര്. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. പിന്നെയോ ഇവിടെ പശ്ചിമ ബംഗാൾ ഉണ്ട്. പശ്ചിമ ബംഗാള് കൊൽക്കത്ത. ഇവിടെയായിട്ട് സിക്കിം കിടപ്പുണ്ട്. സിക്കിമിന്റെ തലസ്ഥാനം ഏതാണ്? ഗ്യാങ്ടോക്ക്. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. സിക്കിമിന്റെ തലസ്ഥാനം ഗ്യാങ്ടോക്ക്. ഇവിടെ മഹാരാഷ്ട്ര ഉണ്ട്. മഹാരാഷ്ട്രയുടേത് മുംബൈ ആണ്. ഇവിടെ ഒഡീഷയുണ്ട്. ഭുവനേശ്വർ ആണ് തലസ്ഥാനം. പിന്നെയോ ഇവിടെ കർണാടക. കർണാടക തലസ്ഥാനം ഏതാണ്? ഗോവ. ക്ഷമിക്കണം, ബംഗളൂരു. കർണാടക തലസ്ഥാനമാണ് ബംഗളൂരു. പിന്നെയോ ഇവിടെ ഗോവയുണ്ട്. ഗോവയുടേത് പനാജിയാണ്. ഗോവയുടെ തലസ്ഥാനം ഏതാണ്? പനാജി. കേരളത്തിൻ്റെത് തിരുവനന്തപുരം. തമിഴ്നാട് ചെന്നൈ. പിന്നെയോ ആന്ധ്രാപ്രദേശിൻ്റെത് ഹൈദരാബാദ്. ഇനിതാ ഇവിടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. ഈ കിടക്കുന്നതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. അതിന്റെ നോക്കാം. ഇവിടെ ടി ആകൃതിയിൽ ആരുണ്ട്? ആസാമുണ്ട്. ആസാമിന്റെ തലസ്ഥാനമാണ് ദിസ്പൂര്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗർ. നാഗാലാൻഡിൻ്റെത് കൊഹിമ. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ. മിസോറാം ഐസ്വാൾ. ത്രിപുര അഗർത്തല. ത്രിപുരയുടേതാണ് അഗർത്തല. പിന്നെയോ മേഘാലയ ഷില്ലോങ്. അപ്പം ഇവിടെ 7 വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. അതില് ആസാമിൻ്റെത് ദിസ്പൂര്, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, നാഗാലാൻഡ് കൊഹിമ, മണിപ്പൂർ ഇംഫാല്, മിസോറാം ഐസ്വാൾ, ത്രിപുര അഗർത്തല, മേഘാലയ ഷില്ലോങ്. ഇത്രയുമാണ് സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും. പിന്നെ ഇവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ. ഇവിടെ ജമ്മു കാശ്മീർ ഉണ്ട്. ഇവിടെ ലഡാക്ക് ഉണ്ട്. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനം ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളുണ്ട്. യൂണിയൻ ടെറിട്ടറി ആണത്. 2 തലസ്ഥാനമുണ്ട്. ഏതൊക്കെയാണ്? വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവാണ്. അപ്പം ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ശ്രീനഗറും ജമ്മുവും. ലഡാക്കിന്റെയോ? ലഡാക്കിൻ്റെത് ലേ ആണ്. ലഡാക്കിന്റെ ഏതാണ്? ലേ. അതുപോലെ തന്നെ ഇവിടെ ചണ്ഡീഗഡ് ഉണ്ട്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും കോമൺ തലസ്ഥാനമായിട്ട് ചണ്ഡീഗഡ് ഉണ്ട്. ഈ ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ് തന്നെയാണ്. പിന്നെയോ ദേശീയ തലസ്ഥാനമായി ന്യൂഡൽഹി ഉണ്ട്. അതിന്റെ തലസ്ഥാനവും ഡൽഹി തന്നെയാണ്. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹി, അതും യൂണിയൻ ടെറിട്ടറിയാണ്. തലസ്ഥാനം ഏതാണ്? ഡൽഹി തന്നെയാണ്. പിന്നെ ഏതാ? ഇവിടെ ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. അത് രണ്ടും പണ്ട് 2 യൂണിയൻ ടെറിട്ടറികളായിരുന്നു. നിലവിലത് ഒറ്റ യൂണിയൻ ടെറിട്ടറിയാണ്. ഏതൊക്കെയാണ്? ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. അതിൻ്റെത് തലസ്ഥാനം ദാമനാണ്. തലസ്ഥാനം ഏതാണ്? ദാമൻ. പിന്നെതാ തമിഴ്നാടിന്റെ ഇവിടെയായിട്ട് പുതുച്ചേരി വരും. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. യൂണിയൻ ടെറിട്ടറികളാണ് ഇപ്പോൾ പറയുന്നത്. തമിഴ്നാടിനോട് ചേർന്ന് ഇവിടെ പുതുച്ചേരി ഉണ്ട്. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. പിന്നെ 2 ഏതൊക്കെയാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടലിൽ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇത് രണ്ടും യൂണിയൻ ടെറിട്ടറിയാണ്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തിയാണ്. ആൻഡോമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസ്? പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു,
ചണ്ഡീഗഡ്, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്. ഇത്രയുമാണ് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളും. നോക്കാം. സംസ്ഥാനങ്ങളെ കൂടാതെ പോണ്ടിച്ചേരി, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്നീ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പൊ നിലവിലിപ്പോ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ദേശീയ തലസ്ഥാന നഗരമായ ഡൽഹി ഉൾപ്പെടെ നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പോഴുള്ളത്. അടുത്തത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി. അപ്പൊ എന്താണ്? പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഏതാണ്? പർവ്വതങ്ങൾ, സമതല പ്രദേശങ്ങൾ, പീഠഭൂമി പ്രദേശങ്ങൾ, മരുഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് പർവ്വതങ്ങള്, സമതല പ്രദേശങ്ങള്, പീഠഭൂമികള്, മരുഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന ഏതാ? ഇന്ത്യയിലെ പർവ്വതങ്ങൾ. ഇവിടെ ഹിമാലയ പർവ്വതത്തിന്റെയും പശ്ചിമഘട്ട നിരകളുടെയൊക്കെ ചിത്രം തന്നിട്ടുണ്ട്. നോക്കാം. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത നിരകളായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തെക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാനിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വതനിരകൾ. ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഏത്? ഹിമാലയം. അതിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഹിമാലയത്തെക്കാൾ ഉയരം കുറഞ്ഞ പർവ്വതനിരകളും ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാണ് അതൊക്കെ? ആരവല്ലി, വിന്ധ്യ, സത്പുര, പൂർവഘട്ടം, പശ്ചിമഘട്ടം. ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം എന്താ ഉത്ഭവിക്കുന്നുണ്ട്? അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പർവ്വതനിരകളിൽ നിന്നാണ്. അടുത്തത് ഇന്ത്യയിലെ സമതലങ്ങളാണ് നോക്കുന്നത്. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായിട്ടുള്ളതുമായിട്ടുള്ള ഭൂപ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? സമതലങ്ങൾ. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ഈ ഫലഭൂയിഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു. അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശമാണ് എന്ത്? സമതലങ്ങള്. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ ഒരു സമതലം ഇന്ത്യക്കുണ്ട്. അതാണ് ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റു പേരാണ് ഉത്തരമഹാ സമതലം എന്ന് പറയുന്നത്. എന്താണത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തരമഹാ സമതലം എന്ന് പറയുന്നത്. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ട പ്രദേശങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് എന്നീ വിളകളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ്. ഈ പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഏത്? ഉത്തരമഹാസമതലം അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയിലെ മരുഭൂമിയാണ്. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽ കൂനകളും മരുഭൂമിയുടെ സവിശേഷതകളാണ്.
എന്താണ് മരുഭൂമിയുടെ സവിശേഷത? വീശിയടിക്കുന്ന കാറ്റ്, കൊടും ചൂട്, കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂനകൾ, ഇതൊക്കെയാണ് മരുഭൂമികളുടെ സവിശേഷതകൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഈ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും എന്താണ്? മരുഭൂമിയാണ്. ഥാർ മരുഭൂമി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് മഴ എങ്ങനെയാണ്? മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനവാസവും കൃഷിയും അവിടെ കുറവാണ്. അടുത്ത നമുക്ക് നോക്കേണ്ടത് എന്താ? അടുത്തത് ഇന്ത്യയിലെ പീഠഭൂമികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ പ്രദേശങ്ങളാണ് പീഠഭൂമികൾ. എങ്ങനെയാണ്? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതായിരിക്കും, മുകൾ ഭാഗം എന്താണ്? ഏറെക്കുറെ നിരപ്പും ആയിരിക്കും. അതാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ. അപ്പോ ചുറ്റുമുള്ള എന്താണ് പീഠഭൂമി എന്ന് പറയുന്നത്? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. മറ്റു പീഠഭൂമികൾ ഏതൊക്കെയാണ്? മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പീഠഭൂമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഭാഗം ഇന്ത്യയിലെ തീരപ്രദേശങ്ങളാണ്. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് എന്ത്? തീരപ്രദേശങ്ങൾ. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്കുള്ള തീരപ്രദേശം എങ്ങനെയാണ്? നീളമേറിയ തീരപ്രദേശം. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതെന്ന് ഭൂപടത്തിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ 9 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് പറയാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അപ്പൊ ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പിന്നെ പശ്ചിമ ബംഗാൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ ഇതെല്ലാം ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. പിന്നെ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നതോ? അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അറബിക്കടലായിട്ട് ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, പിന്നെ തമിഴ്നാടിന്റെ കുറച്ചു ഭാഗവും അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അതിർത്തിയായി വരുന്ന ഒരു സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ദ്വീപുകൾ നോക്കാം. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളും. അപ്പോ ഇന്ത്യക്ക് ഏതൊക്കെയാണുള്ള ദ്വീപസമൂഹങ്ങൾ? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും. ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലില്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഇവിടെ ലക്ഷദ്വീപിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മള് ഇന്ത്യയിലെ നദികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മിക്ക പർവ്വതനിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നുത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. അപ്പൊ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ?
ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ് ഹിമാലയൻ നദികള്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പിന്നെയോ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതെല്ലാമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. അപ്പം ഹിമാലയൻ നദികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതൊക്കെയാണ്, അഥവാ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് അഥവാ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതിൽ നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചെന്ന് ചേരും. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലുമാണ് ചെന്ന് ചേരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥയാണ്. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇവിടെ മേഘാലയയിലെ ചിറാപുഞ്ചിയാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിലവിലിപ്പോ മേഘാലയയിലെ മൗസിൻഡ്രമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മേഖല. പിന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടുന്നത്? വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാന ഋതുക്കൾ ഏതൊക്കെയാണ്? മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം. ഏതൊക്കെയാണ്? മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം. ഇനി ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള മഴക്കാലങ്ങളാണുള്ളത്? പ്രധാനമായും 2 മഴക്കാലങ്ങൾ. ഏതൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും പിന്നെയോ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. അപ്പൊ ഇന്ത്യയിലെ അനുഭവപ്പെടുന്ന മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഈ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയൊക്കെയാണ്? പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്ന് എടുത്തു ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അത് മൗസിൻഡ്രമാണ്. മേഘാലയയിലെ മൗസിൻഡ്രമാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം. ഇന്ത്യയിലെ കാർഷിക മേഖലകളെ ഈ മഴക്കാലങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖലകൾ ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. പിന്നെയോ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. പിന്നെ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന എപ്പോഴൊക്കെയാണ്? മാർച്ച് മുതൽ മെയ് വരെ, അഥവാ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഉഷ്ണകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളുമാണ്. അപ്പൊ നമ്മൾ ഒത്തിരി വൈവിധ്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ വൈവിധ്യങ്ങൾക്ക് അനുസൃതമായിട്ട് സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? മഴക്കാടുകള്, ഇലപൊഴിയും കാടുകള്, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങളും. ഏതൊക്കെയാണ്? മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങളും. ഇനിയോ ഇവിടെ കാണുന്ന വിവിധതരം ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ തുടങ്ങിയ അനേകം പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രമാണ് ഈ പ്രദേശങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ്? ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ മുതലായ അനേകം പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പുൽപ്രദേശത്തിന്റെ മുൾക്കാടിന്റെ ഒക്കെ ചിത്രം തന്നിട്ടുണ്ട്.
അപ്പം നമ്മുടെ ജനജീവിതത്തിലൊക്കെ വൈവിധ്യങ്ങൾ അനേകമായിട്ടുണ്ട്. കാലാവസ്ഥ, ഭൂപ്രകൃതി, സസ്യജന്തുജാലങ്ങൾ ഇവയിലൊക്കെ കാണുന്ന വൈവിധ്യങ്ങൾ പോലെ തന്നെ ജനജീവിതത്തിലും വൈവിധ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യം ഏതാണ്? അത് അരിയാണ്. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യമാണ് അരി. എന്നാൽ ഉത്തരേന്ത്യക്കാർക്കോ? അവരുടെ പ്രധാന ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്. അതുപോലെ ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ദക്ഷിണേന്ത്യക്കാർ ഉപയോഗിക്കുന്ന വസ്ത്രരീതി ഏതാണ്? പരുത്തി വസ്ത്രങ്ങളാണ്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം എന്ന് പറയുന്നത്. പർവ്വത പ്രദേശങ്ങളിലുള്ളവരുടെ വസ്ത്രധാരണം ഏതാണ്? കമ്പിളി വസ്ത്രമാണ്. കാലാവസ്ഥയിലുള്ള വ്യതിയാനമാണ് ഇങ്ങനെ പലതരം വസ്ത്രധാരണ രീതികളും ഒക്കെ നമ്മൾ സ്വീകരിക്കാനായിട്ടുള്ള കാരണം. മാത്രമല്ല ആഘോഷങ്ങളിലുമൊക്കെ വളരെയധികം വൈവിധ്യങ്ങളുണ്ട്. കേരളീയരുടെ ദേശീയോത്സവമാണ് എന്ത്? ഓണം. തമിഴ്നാടിന്റെയോ? തമിഴ്നാടിന്റെ പ്രധാന ഉത്സവം ഏതാണ്? അത് പൊങ്കലാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഹോളി. ആസാമിലെ പ്രധാന ഉത്സവമാണ് ഏത്? ബിഹു. അപ്പോ എന്തൊക്കെയാണ്? കേരളത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? അത് ഓണം. തമിഴ്നാട്ടില് പൊങ്കൽ, ആസാമില് ബിഹു, ഉത്തരേന്ത്യയില് ഹോളി. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നോക്കിയത്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സസ്യജന്തുജാലങ്ങളിലും മാനവ ജീവിതത്തിലും വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഈ പാഠത്തിന്റെ ഒരു സംഗ്രഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ഏഷ്യയാണ്. അതിൽ എവിടെയായിട്ടാണ് ഇന്ത്യയുടെ ഭാഗം? തെക്ക് ഭാഗത്ത്. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഏതൊക്കെയാന്ന് പഠിച്ചു. പിന്നെയോ ഇന്ത്യയിലെ പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ ഇന്ത്യയിലെ പ്രധാന നദികളെ പഠിച്ചു. പിന്നെയോ ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. മഴക്കാട്, ഇലപൊഴിയും കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ എന്താണ്? ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടൻ വരാം. നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.